ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ട് ഹൽവയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ഈ ഒരു പാത്രമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഹൽവ ഉണ്ടാക്കിയിട്ട് പകർത്തുന്നത് ഈ ഒരു പാത്രത്തിലേക്കാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ പുരട്ടി വെക്കണം. ഞാനിപ്പോൾ ഓയിലാണ് പുരട്ടി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ പുരട്ടാനായി നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ 4 സൈഡും പുരട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം 1 കപ്പാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് കോൺഫ്ലോറിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നല്ലപോലെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, കട്ടകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ കോൺഫ്ലോർ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, വീഡിയോയിൽ കാണാൻ ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫുഡ് കളർ വേണമെങ്കിൽ ഏത് കളറാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പാകത്തിനുള്ള ഒരു മധുരമാണ് കേട്ടോ. ഈ ഒരു അളവിന് പാകത്തിനുള്ള മധുരമാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ മധുരം വേണം, നന്നായി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പിന് പകരം 1 കപ്പ് ആക്കുക കേട്ടോ പഞ്ചസാര. അപ്പോൾ അതിനനുസരിച്ച് തന്നെ 1 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര നല്ലപോലെ മെൽറ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറില്ലേ അത് മിക്സ് ചെയ്തത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. കാരണം കോൺഫ്ലോർ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ് കിടക്കുക. അപ്പോൾ അതിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത്. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് കോൺഫ്ലോർ നല്ലപോലെ കുക്കായി വരണം, ഇല്ലെങ്കിൽ കോൺഫ്ലോറിന് ഒരു പച്ചമണം ഉണ്ടാവും, പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലെയിമിൽ ഇത് നല്ലപോലെ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ടിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഏലക്കായയുടെ കുരുല്ലേ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. കോൺഫ്ലവർ ആയ കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലപോലെ കട്ടിയാവുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ തിക്കായി വരുമ്പോൾ ആ സമയത്ത് 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ലപോലെ കോൺഫ്ലോർ നല്ലപോലെ കുക്കായി വരണം, എന്നാലാണ് നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ അതിലണ്ടിരിക്കാനാണ് നല്ലപോലെ കുക്കാക്കി എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ ടു മീഡിയത്തിൻ്റെ ഇടയിലത്തെ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇത് തിക്കായി വരുന്ന സമയത്ത്
കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 4 പ്രാവശ്യമാണ് 1/4 ടീസ്പൂൺ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ടൈമിൽ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, വിട്ട് വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഹൽവയുടെ പാകം എന്ന് പറയുന്നത് ഇതേപോലെ ഉരുണ്ട് വരും, മീൻസ് നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരും. ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഈ ഹലുവയായിട്ട് യോജിച്ച് വരുള്ളൂ. അപ്പം ഞാനതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനിപ്പോൾ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വെളുത്ത എള്ളില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ ഹലുവ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഉരുണ്ട് വന്നിട്ടുണ്ട്, വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഹലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ പരത്തിയെടുക്കാം. നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഈ ചട്ടകം ഓയിലിൽ ഒന്ന് മുക്കിയെടുത്ത് കുറച്ച് ചെറിയൊരു പ്ലേറ്റിൽ ഓയിലാക്കി വയ്ക്കുക. ചട്ടകം അതിലൊന്ന് മുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. കണ്ടോ, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് നല്ലൊരു പോലെ കിട്ടില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കും. അപ്പം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ കാണാൻ ഒരു കറുത്ത കുത്തോളില്ലേ, അത് നമ്മുടെ ഏലക്കേര കുരു ഞാൻ ക്രഷ് ചെയ്തിട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഹൽവ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏതെങ്കിലും ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.